പി ജയചന്ദ്രന്റെ മരണം അറിഞ്ഞ ഞെട്ടലിലാണ് ഇന്ന് ഓരോ ഗായകന്റെ ആരാധകരും. അദ്ദേഹം വളരെ നാളായി അർബുദ ബാധിതനായി ചികിത്സയിലായിരുന്നു. ക്യാൻസറിന്റെ പിടിയിലായതോടെ അദ്ദേഹം തീരെ അവശ്യ നിലയിലേക്ക് എത്തിയത് നമ്മൾ കണ്ടു. എന്നാലും അവസാന നാളുകളിൽ അദ്ദേഹം സംഗീതത്തെ മുറുകെ പിടിച്ചിരുന്നു. ജീവിതത്തിലെ ഏറ്റവും പ്രധാന ഘട്ടങ്ങളിലെല്ലാം തന്നെ സംഗീതത്തിനെ ഒപ്പം കൂട്ടി അദ്ദേഹത്തിന്റെ അവസാന നാളുകളിലെ ചിത്രങ്ങൾ കണ്ടാൽ നമ്മുടെ ഹൃദയം നുറുങ്ങിപ്പോകും. പാലിയത്ത് കുടുംബമൊക്കെ കുളത്തിലും മിഡിൽ സ്കൂൾ പഠനകാലത്ത് പെരിയാറ്റിലും അനിയനോടൊപ്പവും കൂട്ടുകാരോടൊപ്പമുള്ള കുളിയും നീന്തലും ഒക്കെ വഴി കുട്ടിക്കാലത്ത് തന്നെ നല്ലൊരു ശരീര ഘടനയാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. നല്ല ആരോഗ്യമുണ്ടായിരുന്നു. ഈ കുട്ടിക്കാലത്തെ നീന്തലും കുളിയും ഭക്ഷണവും കുടുംബവും എല്ലാം തന്നെയായിരുന്നു തന്റെ ആരോഗ്യ രഹസ്യമെന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഹൈസ്കൂൾ പഠനകാലത്ത് ഭാഗപത്ര പ്രകാരം കിട്ടിയ ഇരിങ്ങാലക്കുടയിലെ വീട്ടിലേക്ക് കുടുംബത്തോടെ താമസം മാറ്റി. അവിടെ നാഷണൽ ഹൈസ്കൂളിൽ 8ാം ക്ലാസ്സിൽ ചേർന്നു. മലയാളം അധ്യാപകൻ KB രാമനാഥൻ മാഷിന്റെ പരിലാളനയിലാണ് ജയചന്ദ്രൻ എന്ന ഗായകൻ രൂപപ്പെട്ടത്. അത് കഴിഞ്ഞ് പ്രീ യൂണിവേഴ്സിറ്റി BSc കോഴ്സുകൾ ചെയ്തു. ഇരിങ്ങാലക്കുടയിൽ തന്നെ ക്രൈസ്റ്റ് കോളേജിലായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ജയചന്ദ്രന്റെ പ്രധാന കായിക വിനോദം എന്ന് പറയുന്നത് ബാഡ്മിന്റണും കോളേജ് ജീവിതകാലത്ത് ക്രിക്കറ്റും ആയിരുന്നു. നല്ല ഒന്നാന്തരം ബാറ്റ്സ്മാൻ കൂടിയായിരുന്നു അദ്ദേഹം. ക്രിക്കറ്റിൽ ജ്യേഷ്ഠ സഹോദരനായിരുന്നു അദ്ദേഹത്തിന്റെ ഗുരു. കൂടാതെ കോളേജിൽ പഠിക്കുമ്പോൾ NCCയിലും അംഗമായിരുന്നു. സ്കൂളിലും കോളേജിലും പോയിരുന്നത് സൈക്കിളിലായിരുന്നു. ഹൈസ്കൂൾ പഠനകാലത്ത് സൈക്കിൾ യാത്രയിൽ ഒരു രസകരമായ അനുഭവം ഉണ്ടായത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മുൻപ് നല്ലൊരു ഭക്ഷണപ്രിയനായിരുന്നു ജയചന്ദ്രൻ. അന്ന് തൃശ്ശൂരിൽ പ്രശസ്തമായ പത്താൻസ് എന്നൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു. ക്രിക്കറ്റ് മത്സരങ്ങൾക്കൊക്കെ പോയ ശേഷം അവിടെ പോയി ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം പ്രത്യേക നിയന്ത്രണം പുലർത്തിയിരുന്നതായി കേട്ടിട്ടുണ്ട്. തികഞ്ഞൊരു വെജിറ്റേറിയൻ ആയിരുന്നു അദ്ദേഹം. ദേവരാജൻ മാസ്റ്റർ ജയചന്ദ്രനെ പുത്രവാത്സല്യത്തോടെയാണ് സംഗീത ലോകത്ത് കൊണ്ടുവന്നത്. പാടി ഒരു മികച്ച ഗായകനായി എന്ന് അദ്ദേഹം ഒരു തവണ അഭിപ്രായപ്പെട്ടിട്ടുമുണ്ട്. ജയചന്ദ്രന്റെ ജീവിതത്തിലും അദ്ദേഹത്തിന് വളരെ സ്വാധീനമുണ്ടായിരുന്നു. ചിക്കൻ കഴിച്ചാൽ പാടാൻ കുറച്ചുകൂടി സുഖമായിരിക്കുമെന്ന് മാസ്റ്റർ ജയചന്ദ്രനെ ഉപദേശിച്ചിട്ടുണ്ട്. അങ്ങനെ മനസ്സോടെ ജയചന്ദ്രൻ ചിക്കൻ കഴിക്കാനും തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ തനിക്ക് ചിക്കനും നോൺ വെജ് ഒന്നും ശരിയാകില്ല എന്ന് മനസ്സിലാക്കിയ ജയചന്ദ്രൻ ചിക്കൻ കഴിക്കുന്നത് പൂർണ്ണമായി നിർത്തി. രാവിലെ ഉണർന്നതിന് ശേഷം ഒരു കുപ്പി വെള്ളം കുടിക്കും. അത് കുറേ വർഷങ്ങളായുള്ള ചിട്ടയാണ്. ഏകദേശം 8 മണി കഴിയുമ്പോൾ അരമണിക്കൂർ വ്യായാമം, ജലദോഷമോ മറ്റോ ഇല്ലെങ്കിൽ തലയിൽ എണ്ണ തേച്ച് വിസ്തരിച്ചൊരു കുളി. അത് കഴിഞ്ഞ് 9 മണി അടുപ്പിച്ച് ലഘുഭക്ഷണം, 3 ഇഡലി, കൂട്ടിന് ചട്നി അല്ലെങ്കിൽ ഉഴുന്ന് പൊടിച്ചുണ്ടാക്കുന്ന പൊടി. സാധാരണ എല്ലാവരും വെളിച്ചെണ്ണ ഒഴിച്ചു കുഴയ്ക്കും. പക്ഷേ ജയചന്ദ്രന് അതിഷ്ടമല്ല. പകരം ചട്നി തന്നെ ഒഴിച്ച് കുഴച്ച് അത് ഉപയോഗിക്കും. ചായയോ കാപ്പിയോ നിർബന്ധമില്ലായിരുന്നു. ചൂടാക്കി തണുപ്പിച്ച വെള്ളം ധാരാളം കുടിക്കും. 10 മണിയോടെ റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ സ്വന്തമായി ഡ്രൈവ് ചെയ്ത് പോകും. അതായിരുന്നു ശീലം. തിരികെ വന്ന ഏകദേശം 1 മണിക്ക് ഉച്ചഭക്ഷണം, തൈരും പപ്പടവും അച്ചാറും അല്പം ചോറും. ഇത്രയും തന്നെ അദ്ദേഹത്തിന് ധാരാളമായിരുന്നു. പിന്നെ ഏതെങ്കിലും ഒരു കറിയും കൂടി ഉണ്ടെങ്കിൽ കുശാൽ. 2 മണി മുതൽ 3:30 മണി വരെ ഉച്ചയുറക്കം. ഒരു ചായ കൂടി കഴിഞ്ഞ റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ അതിനു പോകും. ഇല്ലെങ്കിൽ 6 മണി അടുപ്പിച്ച് 1 മണിക്കൂർ നടത്തം. 7 മണി കഴിയുമ്പോൾ രാത്രി ആഹാരം. അത് 3 ഇഡലി തന്നെ. ചിലപ്പോൾ ഇഡലിക്ക് പകരം ദോശയോ ഉപ്പുമാവോ അപ്പമോ ഒക്കെ ആയിരിക്കും. ഇതൊക്കെ കുറച്ച് സന്ദർഭങ്ങളിൽ മാത്രം. ഇഡലിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രിയ ഭക്ഷണം. 8 മണി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട 3-4 ആളുകളെ ഫോൺ വിളിക്കും. ഇഷ്ടഗാനങ്ങൾ, രാഷ്ട്രീയ കാര്യങ്ങൾ, സ്മരണകൾ, ഓർമ്മകൾ, പുതിയ സംഭവങ്ങൾ, അങ്ങനെ ചർച്ചകൾ നടക്കും. പിന്നീട് 11:30 ഉറക്കം. പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ആളുകൂടിയായിരുന്നു ജയചന്ദ്രൻ. വളരെ ചെറിയ അക്ഷരത്തിൽ 10-100 പാട്ടുകൾ സ്വന്തം കൈപ്പടയിൽ എഴുതി സൂക്ഷിച്ചിരിക്കുന്ന ഒരു കുട്ടി ബുക്ക് നോക്കിയാണ് അവസാന നാൾ വരെയും അദ്ദേഹം പാടിയത്. ടാബ്, ടച്ച് ഫോൺ, വാട്സാപ്പ്, ഫേസ്ബുക്ക്, SMS എല്ലാം അദ്ദേഹത്തിന് അന്യമാണ്. ഇത്രയും ചെറിയ അക്ഷരം വായിക്കുന്നതിന് ഇന്നും കണ്ണട ആവശ്യമില്ലായിരുന്നു അദ്ദേഹത്തിന്. ചെറുതായി ഷോർട്ട് സൈറ്റ് ഉണ്ടായിരുന്നു. അത് പിന്നീട് മാറുകയും ചെയ്തു. അതിനുശേഷം വായിക്കുവാനായി കണ്ണട ഉപയോഗിച്ചിട്ടേയില്ല. ചെറിയ കാര്യങ്ങൾക്ക് ഒരുപാട് ഒച്ച വെക്കുന്ന അദ്ദേഹം വലിയ കാര്യങ്ങൾ വളരെ സമാധാനത്തിൽ അഭിമുഖീകരിക്കാറുമുണ്ട്. അടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു ബന്ധു, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഒരുപാട് അനുകമ്പയും ശ്രദ്ധയുമുള്ളൊരു സാധാരണ മനുഷ്യൻ കൂടിയായിരുന്നു അദ്ദേഹം. ലളിതയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ. 2 മക്കൾ, ഒരാണും ഒരു പെണ്ണും. മകൾ ലക്ഷ്മി, മകൻ ദിനനാഥ്. മകനെ പാട്ട് പഠിപ്പിച്ചില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മകൻ ഗായകൻ കൂടിയാണ്.